മുസ്ലിം ലീഗിന്റെ ഈ ഒരു പ്രവർത്തനത്തെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കൊടുക്കാൻ നമ്മൾ ഒരു മടിയും കാണിക്കരുത്. ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്. എന്നാലും മുസ്ലിം ലീഗിന്റെ ഈ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. കേരളത്തിൽ ഇത്രയധികം പാർട്ടികളും പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉണ്ട് എങ്കിലും ആദ്യത്തെ 51 വീട് പ്രളയ ദുരന്ത ബാധിതർക്ക് വേണ്ടി പൂർണ്ണമായും പണി കഴിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ എത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗ് തന്നെയാണ്. അത് നല്ല ഒന്നാന്തരം വീടുകൾ 1060 സ്ക്വയർ ഫീറ്റിലാണ് ഈ 51 വീടുകൾ അവിടെ ഇപ്പൊ പൂർണ്ണമാകാൻ പോകുന്നത്. അപ്പൊ പ്രാദേശിക പാർട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അവർ കേരളത്തിലെ പല സാഹചര്യങ്ങളെടുത്ത നിലപാടുകൾ നമ്മൾ സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ അവർ അവരുടെ പാർട്ടിയെ ഏകോപിപ്പിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിൽ നിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. അല്ലാതെ വിമർശിക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയം തെരഞ്ഞെടുത്തുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാൻ വേണ്ടി മാത്രം കാരണങ്ങൾ കണ്ടെത്തുന്നതല്ല രാഷ്ട്രീയം. ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളും ഈ രാഷ്ട്രീയമായിട്ട് സംസാരിക്കണം. അതുപോലെ തന്നെ ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്കും ഞാൻ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ ചില കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ആ ഫണ്ട് കറക്റ്റായിട്ട് കൊടുത്തത്. കാരണം എന്റെ കൊടുത്ത പൈസ ചിലപ്പോൾ ചെറിയ സംഖ്യ ആവാം പറയുമ്പോൾ, പക്ഷെ ആ സംഖ്യയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അത് അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ വീടുകളൊക്കെ പൂർത്തിയാവുന്നത്. അതിന്റെ ചെറിയൊരു പങ്ക് എന്റേത് കൂടി ഉണ്ട് എന്നുള്ളതിൽ ഞാനും അതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. അപ്പൊ മുസ്ലിം ലീഗിന്റെ ഈ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും